കലനിറയും കൊല്ലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടുമ്പിരി കൊണ്ട് എല്ലാ വേദികളിലും പുരോഗമിക്കുകയാണ്. 24 വേദികളും സജീവമാണ്. നാളെയാണ് സമാപന സമ്മേളനം. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജനപ്രിയ ഇനങ്ങൾ എന്ന് നമ്മൾ പറയും, പക്ഷേ ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതിപ്പോൾ പാഠകമാകട്ടെ, അക്ഷര ശ്ലോകമാകട്ടെ, നാടകമാകട്ടെ, മയമാകട്ടെ, നൃത്തമാകട്ടെ. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജനപ്രിയ ഇനം എന്ന് എത്രയോ നാളുകളായി നമ്മളങ്ങനെ അത് കണ്ട് ആസ്വദിച്ച് നമ്മൾ വിലയിരുത്തി നമ്മൾ അതിനെ അങ്ങനെ തന്നെ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റത്തിന്റെ കലാകാരികളാണ് സംഘനൃത്തം ഹൈസ്കൂൾ വിഭാഗം. അതാണിപ്പോൾ പ്രധാന വേദിയായ ONV സ്മൃതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞെത്തിയതാണ് അനുശ്രീ. കോട്ടയംകാരാണ്, മൗണ്ട് കാർമൽ സ്കൂൾ അല്ലെ. ഇവർക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്, അത് കുട്ടികൾ തന്നെ പറയും. എങ്ങനെയാണ് ഈ ഒരു സംഘനൃത്തം അഭ്യസിച്ചത്? ഞങ്ങള് സാറൊന്നും ഇല്ലാതെ തന്നെ പഠിച്ച ഡാൻസ് ആണ്. ഞങ്ങൾ യൂട്യൂബ് നോക്കി കുറേ വീഡിയോസ് നോക്കിയിട്ട് നല്ല സ്റ്റെപ്പ് നോക്കി കളിച്ച ഡാൻസ് ആണ്. സ്റ്റേറ്റ് വരെ ഞങ്ങൾ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു പ്രൗഡുണ്ട്. അത് അപ്പോൾ ഈ കോസ്റ്റ്യൂം, അതിന്റെ കോർഡിനേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് സപ്പോർട്ട് ഞങ്ങളുടെ മിസ്സുമാരും പേരൻസും ആണ്. അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വരാൻ പറ്റത്തില്ലായിരുന്നു. അവർ ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതാണ് ഞങ്ങൾ ഏറ്റവും. അപ്പോൾ എങ്ങനെയുണ്ട് മത്സരം? ഇപ്പം ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയുണ്ട്? മറ്റുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടോ? മറ്റു സംഘങ്ങളുടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലപോലെ ആകുന്നു. ഇപ്പം ലാസ്റ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പം മത്സരം അത് ഇന്നലെ ഒപ്പന മണവാട്ടിമാരൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്, പക്ഷേ അവർ വരുമ്പോൾ എനിക്ക് എന്തോ പോരാ, എന്തോ ലുക്ക് അത്ര ശരിയാവുന്നില്ല. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ അതിൽ വെട്ടിത്തിളക്കമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതാണ് നമ്മൾ ഈ ഗ്ലാമർ ഐറ്റം എന്ന് പറയുന്ന സംഘനൃത്തത്തിന്. അപ്പോൾ ഒന്ന് പെർഫോം ചെയ്യല്ലേ? ഓക്കെ. നീലാഞ്ജനസമഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷശിവപ്രിയം മന്ദചാർ പ്രസന്നാത്മാ പീഠാം ഹരതു മേ ശനി. ശ്രീരവിശ്ചനന്ദനം ശൂലശസ്ത്രധാരിണം കാലകാകവാഹനം ശ്യാമസുന്ദരാംബരം കാലകോമളാംബുജം ഭാനുബിംബമണ്ഡലം ആസനസ്ഥിതം പ്രഭും ദേവലോകവന്ദിതം സർവലോകവാസിതം ആദിദേവപൂജിതം കാലസോദരം ഭജേ. നമാമി സതതം ശനി, നമാമി സതതം ശനി, നമാമി സതതം ശനി, നമാമി സതതം ശനി. സൂര്യദേവൻ തന്റെ ആദവൻ സഹിയാതെ താമസയായവൾ സന്ധ്യ. സന്ധ്യ തന്മേനിയിൽ മായയായുയിർ കൊണ്ട ദേവി
മുമ്പനായി വന്നവൾ ഛായ, സന്ധ്യാസമയായ ഛായയോ അന്നേരം സൂര്യന്റെ പ്രിയതമയായി. ചന്ദ്രപ്രചണ്ഡമാർക്കപ്രഭയതി ജാതനായി അന്ന് ശനീശ്വരനും. കാലവർണ്ണവും ശൂലഗദാദിയും ശ്യാമവദം ചേർന്ന രൂപവുമായി ആകാശഗംഗയിൽ അഷ്ടഗൃഹത്തിനു മുമ്പനായി വാണകിശോരകനായി. പുത്രന്റെ കാതിയിൽ സഞ്ചയം പൂണ്ടൊരു താതനായി മാറിയ സൂര്യദേവൻ, ബാലകനാകിയ ഛായാസുതനായി സ്ഥാനമാനങ്ങളോ നൽകിയില്ല. പുത്രന്റെ കാന്തിയിൽ സംശയം പൂണ്ടൊരു താതനായി മാറിയ സൂര്യദേവൻ, ബാലകനാകിയ ഛായാസുതനായി സ്ഥാനമാനങ്ങളോ നൽകിയില്ല. സൂപ്പർ സൂപ്പർ, കയ്യടി, നല്ല കയ്യടി, ഉച്ചത്തിൽ കയ്യടി. അനുശ്രീ മൈക്ക് വാങ്ങിക്കണം. ആരായിരുന്നു? എന്താണെന്നറിയോ, നിങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുകയാണെന്നേ. അപ്പോൾ നന്നായിരുന്നു. ഒരുപാട് സംസാരിപ്പിക്കുന്ന ശരിയല്ല, എനിക്കറിയാം. ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു കൺഗ്രാറ്റ്സ് പറയാതെ അവർ സന്തോഷം അറിയിക്കാതെ വിടാനും തോന്നില്ല. അതുകൊണ്ടാണ്, കാരണം ഈ കോവിഡോടെയാണ് നിങ്ങൾ കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ എത്തിയത്. അതിൻ്റെ ഒരു ആശങ്കയൊക്കെ ഒരുപാട് പേര് അല്ലേ പൊതുവിൽ അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇത്രയും വളരെ പോസിറ്റീവായി ഉപയോഗിച്ച് അത് സ്റ്റേജിൽ കയറി ഇത് മനോഹരമായി കളിച്ച്, അപ്പോൾ അത് ഏത് സാങ്കേതിക വിദ്യ, അത് ഏത് മാർഗമാവട്ടെ, പക്ഷെ പോസിറ്റീവായി ഉപയോഗിച്ചാൽ ഇത്രയും പ്രയോജനങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പറയാൻ വാക്കുകളില്ല. അടിപൊളിയായിരുന്നു. റിസൾട്ട് വരുമ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ. ഇനി വേറെ എന്തെങ്കിലും മത്സരം ഉണ്ടോ? എന്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ എന്തായിരുന്നു? ശനീശ്വരന്റെ ഡാൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതുകൂടി പെർഫോം ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി നന്നായിരുന്നു മക്കളെ. താങ്ക് യു. ശരി.